അരിച്ചി കൊണ്ടുപോട്. പിന്നെ ഇന്നിവിടെ ഒരു വിശേഷ ദിവസമാണ്. അതിനുള്ള കുക്കിങ്ങിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ ചിക്കനിലും മസാലയൊക്കെ പുരട്ടിയപ്പം തമ്പുരു മോള് ഓടിപ്പാഞ്ഞ് വരുന്നുണ്ട് എന്തോന്ന് അറിയാൻ വേണ്ടി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്ത് വിശേഷമാന്ന്. ഇന്ന് എന്റെ ബർത്ത്ഡേ, ഇന്ന് വല്ലതും ഉണ്ടാക്കി തീരുവോ? എനിക്ക് വിശന്നിട്ട് വയ്യ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം പോലെ വീട്ടിൽ എൻ്റെ സ്പെഷ്യൽ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അനിയും കുറച്ച് ദിവസം കൊണ്ട് പറയുന്നു, ചേട്ടത്തി നല്ലൊരു മന്തി ഉണ്ടാക്കണേന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചാരുമോളുടെ ബർത്ത്ഡേ അല്ലേ ഉണ്ടാക്കാമെന്ന്. അപ്പം ഇത് എപ്പോഴും പറയുന്ന പോലെ എൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചാരുമോളുടെ ബർത്ത്ഡേ ആണെങ്കിലും ഞങ്ങൾ ഒരുപാട് പേരെയൊന്നും വിളിച്ചിട്ടില്ല, കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അനിയൻകുട്ടൻ്റെ കുറച്ച് സുഹൃത്തുക്കളെയും പിന്നെ കുറച്ച് വേണ്ടപ്പെട്ട ബന്ധുക്കളെയും ഞങ്ങൾക്ക് വേണ്ടുന്നൊരു മാമ. ഇതാണ് എൻ്റെ ഒരേ ഒരു അനിയൻകുട്ടൻ. കേക്ക് കേട്ട് വരുവാണ്. കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ ചാരുമോക്ക് 9 വയസ്സാവുകയാണ്. അതിൻ്റെ കുഞ്ഞൊരാഘോഷമാണ്. വീട്ടിലെല്ലാവരും ഉണ്ട്. ഇതാണ് എൻ്റെ തമ്പുരുക്കുട്ടൻ ആ നിൽക്കുന്നത്. പിന്നെ ഇതെൻ്റെ അമ്മച്ചി. അമ്മച്ചി കേക്ക് വായി വെച്ച് കൊടുത്തിട്ട് തിരിച്ച് വാങ്ങിച്ചേട്ടാ. ഇതാണ് പപ്പ. അങ്ങനെ ഞങ്ങളുടെ സന്തോഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അനിയൻകുട്ടൻ വന്ന് ഇച്ചിരി കേക്ക് എടുത്ത് മോക്ക് വെച്ച് കൊടുത്തു. ഇതാണ് അനിയത്തിക്കുട്ടി ചിപ്പി. ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു മാമനുണ്ട്, ശ്രീമാറു മാമൻ. എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഓടി വരും, എപ്പോഴും വരാറുണ്ട്. ഒരാളെനിക്ക് കേക്ക് കൊണ്ട് തന്നു കേട്ടോ, ഇച്ചിരി ഉള്ളായിരുന്നു, അതിനാണ് ഈ ചിരിച്ചത്. അങ്ങനെ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഞാൻ വെച്ചു. നല്ലൊരു മയോണൈസൊക്കെ തയ്യാറാക്കി മന്തി ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. എന്ത് രസമായിട്ട് മന്തി ഉണ്ടാക്കി. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ട്. എൻ്റെ താരം ദേ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ചന്തും റോയിയും അജീഷിൻ്റെ കൂട്ടുകാരാണ്. അവർ ഇവിടെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ എല്ലാവരും വരാറുണ്ട്. അങ്ങനെ എല്ലാവരും കഴിച്ച് അഭിപ്രായം പറഞ്ഞ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.